ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ജൂൺ 8-ാം തീയതി കേട്ടോ. ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷത്തെ ഫസ്റ്റിന് നമ്മുടെ പിസ്ത കേക്ക് 2 കിലോൻ്റെ പിസ്ത കേക്കിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇത് ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ഒരു നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇതേപോലത്തെ ഡിസൈൻ കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കാണെങ്കിലും ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലുക്ക് കിട്ടും. പിന്നെ ചിലവർക്ക് കേക്കിൻ്റെ മുകളിലൊക്കെ ചെയ്ത ഫിനിഷിങ് കിട്ടുന്നില്ല അങ്ങനെ അവർക്കൊക്കെ പറ്റിയ ഒരു പ്രത്യേക ഒരു നല്ലൊരു ഡിസൈൻ അത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കേക്കൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയെ കാണാൻ കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോ, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ 4 ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ 4 ഭാഗത്ത് കണ്ടില്ലേ ഇതേപോലത്തെ ഒരു വൃത്തിയേട് പോലെ തോന്നും. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് എളുപ്പമാണ്. ആ കത്തിയും കൊണ്ടും തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 4 ഭാഗം ഒന്ന് കറക്റ്റായിട്ട് കിട്ടും. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണമുണ്ട്, പിന്നെ നെടുമ്പാശ്ശേരിക്ക് പോകണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വേഗം കേക്കിന് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കേക്കുകളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എത്ര പണികളുണ്ടെങ്കിലും അതൊക്കെയും കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പിന്നെ കിടക്കും ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെല്ലാം വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഞാൻ രാവിലെ എണീറ്റ് വേഗം കുബൂസിൻ്റെ ഓർഡറുകളൊക്കെയും എത്ര കിലോ വെയിറ്റ് എന്നൊക്കെ നോക്കിയ ശേഷം മാവിടാൻ വേണ്ടിയിട്ട് ഇക്കാക്ക് പറഞ്ഞു കൊടുത്ത ശേഷം ഞാൻ വേഗം ഇതിന് വോയിസ് കൊടുക്കാൻ നിന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ മാക്സിമം ദിവസം എന്താ പറയുക വ്ളോഗ് ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ സമയം അനുസരിച്ചിട്ട് മാക്സിമം ഇടാൻ നോക്കണുണ്ട് കേട്ടോ. എത്ര സമയമില്ലെങ്കിലും അത് അധികം ഒന്നും വീഡിയോ എടുക്കണില്ല. കേക്കിൻ്റെ ജസ്റ്റ് ആ ഉണ്ടാക്കണ ഡിസൈൻ കൊടുക്കണത് മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കണുള്ളൂ. ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ലെങ്ത്തായാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ എന്താ പറയുക ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ അതൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ നോക്കിയാൽ മതി കേട്ടോ. അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയല്ലേ പിന്നെയും അതിൽ ഫ്ലേവേഴ്സൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കണത് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും ഒന്നും ഞാൻ സ്പഞ്ചിൻ്റെ കൊടുക്കണില്ല, ലെങ്ത്ത് അധികമാവുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്ത്ത് ആകുമ്പോൾ എല്ലാവർക്കും ബോറടിക്കല്ലേ ചെയ്യുന്നത്. പിന്നെ എനിക്ക് വോയിസ് കൊടുക്കാനും ഞാൻ എല്ലാത്തിലും ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ നമുക്ക് പറയാനും ഒന്നും കിട്ടണില്ല. ഇതാവുമ്പോൾ പിന്നെ നമുക്ക് കേക്ക് എങ്ങനെ ചെയ്യണം, എന്താ കാര്യങ്ങളും ഡിസൈനും അതൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും നമുക്ക് സമയമാവും. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ കേക്കിൽ ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 1-2 പ്രാവശ്യം നമുക്ക് ഇത് ട്രൈ ചെയ്യുക. ഇതാ ഓക്കെ കേട്ടോ. പിന്നെ പിസ്ത ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക പിസ്ത കളറിൽ ലീഫ് കൊടുത്തു കേട്ടോ. അത് നല്ലൊരു ലുക്ക് കിട്ടും നമ്മുടെ കേക്കുകൾക്ക്. അപ്പോൾ എല്ലാ കേക്കിനും ഒരു പിസ്ത കളർ തന്നെ ലീഫ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക നമുക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബോൾസ് കൊടുക്കണം. നല്ലതാണ് ഷുഗർ ബോൾസ് കേട്ടോ. അപ്പോൾ ലീഫ് പറഞ്ഞാൽ പിസ്ത കളറിൽ പിസ്ത നമ്മുടെ എസൻസിൽ അതിൽ തന്നെ ഉണ്ടാവും നമുക്ക് കളർ. അതുകൊണ്ട് പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കണ്ട ലീഫിനൊന്നും കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടോ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിതൊന്ന് കേക്കിനൊന്ന് എന്താ പറയുക ഒരു ചെറിയൊരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക ജസ്റ്റ് ഒരു ഇങ്ങനെ ലീഫ് ഒരു എന്താ പറയുക ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ കേക്കിൻ്റെ വിശേഷങ്ങളും മോഡലുകളും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഒന്ന് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തു. പിന്നെ ഇന്ന് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പറ്റി പറഞ്ഞു, ഞാൻ ഏതൊരു വീഡിയോയിലേക്കും പറഞ്ഞിട്ടുണ്ട്. ജസീല എന്ന് പറഞ്ഞിട്ട് അവളുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് പോയിരുന്നു മൈലാഞ്ചി കല്യാണത്തിന്. അത് കഴിഞ്ഞിട്ട് ഇന്ന് കല്യാണമാണ്. അപ്പോൾ അതിന് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് പണികളുള്ളത് കൊണ്ട് തന്നെ വേഗം ഞാൻ വോയിസ് കൊടുക്കാൻ നിന്നത്. പിന്നെ മാക്സിമം ഒരുപാട് പേരേക്കും വരുന്ന ഫങ്ഷൻ ആകുമ്പോൾ നമുക്ക് കേക്ക് 2 കിലോനൊക്കെ വാങ്ങണത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്ക്വയർ കേക്ക് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക. സ്ക്വയർ കേക്ക് ആകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് എല്ലാവർക്കും സെർവ് ചെയ്യാൻ എളുപ്പമാണ്. മറ്റേ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരുപാട് ഡബിൾ ലെയറോ അങ്ങനെയൊക്കെയും കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മുറിക്കാനും സെർവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് തികയോ ഇല്ലേ, ഇതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മുറിച്ച് നമുക്ക് ആൾക്കാർ എത്ര വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമ്മൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല തികയില്ലേ എന്ന ഒരു ടെൻഷൻ നമുക്ക് തോന്നും. അപ്പോൾ അത്യാവശ്യം നമ്മൾ ആൾക്കാർ ഫങ്ഷൻ ഉണ്ട്, പിന്നെ കുറച്ച് കേക്കിൻ്റെ ഓർഡർ ചെറുത് അങ്ങനെയൊക്കെ തോന്നുന്നു വെച്ചാൽ എപ്പോഴും സ്ക്വയർ കേക്ക് തന്നെ നമ്മൾ ഓർഡർ ചെയ്യണം കേട്ടോ. അതേപോലെ ഓരോ കടകളിലും അങ്ങനെയൊക്കെ അവർ ഓരോ ഫങ്ഷനൊക്കെ ഓർഡർ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ സ്ക്വയർ കേക്ക് തന്നെ ഓർഡർ ചെയ്യാറ്. അതാണ് മുറിക്കാനും സെർവ് ചെയ്യാനൊക്കെ എളുപ്പം അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എന്തോ ഒരു സുഖം തോന്നിയില്ല. അപ്പം ഞാൻ പിന്നെ വേഗം 4 ഭാഗത്തും ചോക്ലേറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതായത് ഇങ്ങനെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റുമാണ്, കഴിക്കുമ്പോൾ കടിക്കാനും ഒരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ കേക്കിനൊരു പ്രത്യേകം നമ്മുടെ ഫ്ലവറും അതേപോലെ ഈ ഗ്രീൻ കളറൊക്കെ ഒന്ന് എടുത്ത് കാണിക്കും കേട്ടോ. അതായത് റഫായിട്ടല്ലേ ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്ത് റഫായിട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കേക്കിനൊരു ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണം നല്ലത്. അതിനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കേക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇതാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് അട്രാക്ഷൻ തോന്നിക്കും കേട്ടോ. കുറേ അങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ. പിന്നെ ഞാൻ മാക്സിമം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ കേക്ക് നമ്മുടെ അടുത്ത ആന്ധ്രോഡ് എന്നുള്ള സ്ഥലത്തേക്കുള്ള ഓർഡറാണ് കേട്ടോ. അവർ പിന്നെ നമ്മുടെ കേക്കുകളൊക്കെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ഇവിടെ വന്ന് വാങ്ങുക ചെയ്യാറ്. അതുകൊണ്ട് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഗൾഫിൽ നിന്നൊക്കെയുള്ള ഓർഡറുകളൊക്കെ ആകുമ്പോൾ എത്തിച്ചു കൊടുക്കുക നിവർത്തിയുള്ള അവർക്ക് വീട്ടിൽ നിന്ന് വന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ സർപ്രൈസായിട്ട് വീട്ടുകളിലേക്ക് എത്തിക്കാൻ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തത് എല്ലാവരുടെയും ഒന്ന് ചെയ്തു കൊടുത്തു. അപ്പോൾ ഈ ലുക്ക് കംപ്ലീറ്റ് ആയി കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് വാൻചോ കേക്കാണ്. അത് റിവർ വ്യൂ റെസ്റ്റോറൻറ്റിലേക്കുള്ള ഓർഡറാണ് കേട്ടോ. അവർ 3 കിലോൻ്റെ വാൻചോ കേക്കാണ് നമുക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ലെങ്ത്ത് വന്നിട്ട് നിങ്ങളെല്ലാവരും ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കേക്കിൻ്റെ ഡെക്കറേഷൻ മാത്രം ഒന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വാൻചോ കേക്ക് ചെയ്യുമ്പോൾ ഏതാ കളർ കൊടുക്കുക എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മാക്സിമം ഞാൻ കൊടുക്കുക വാൻചോ കേക്കിന് പിന്നെ ചോക്ലേറ്റ് വേണമല്ലോ. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ഗനാഷ് ഒഴിച്ച ശേഷം അതിൽ ഉള്ളിൽ ഇത് പൈനാപ്പിൾ കേക്കായിരുന്നു. പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് യെല്ലോ കളറാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഈ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഫങ്ഷനല്ലേ അവിടുത്തെ ഫങ്ഷന് വേണ്ടിയിട്ട് അവർ റിവർ വ്യൂ റെസ്റ്റോറൻറ്റിൻ്റെ അതുകൊണ്ട് അതും സ്ക്വയർ കേക്ക് വേണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അവർക്ക് സ്ക്വയർ കേക്ക് തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് ഞാൻ സ്റ്റിക്കർ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പേര് ജസ്റ്റ് നമ്മുടെ ക്രീമും കൊണ്ട് എഴുതി കൊടുക്കുക ചെയ്തത്. പിന്നത്തെ കേക്ക് പറഞ്ഞാൽ ഹാപ്പി ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ഈ കേക്ക് എങ്ങനെയുണ്ട്? ഇത് 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. ഇത് വാൻചോ കേക്ക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർ കളറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ സ്ഥിരം ഒരു കളറല്ലേ വാൻചോ കേക്കിൻ്റെ വൈറ്റും ചോക്ലേറ്റ് കളറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 കളറും കൊടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് ഫിനിഷിങ് 2 കേക്കും കഴിഞ്ഞു കേട്ടോ. 3 കേക്കിൻ്റെ ഓർഡറുകളും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കേക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറക്കരുത്. അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻ്റായിട്ട് വരുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ മറക്കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഗുഡ് ബൈ.